നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് ആളുകൾക്കിടയിൽ ആത്മവിശ്വാസത്തോടു കൂടി നിലനിൽക്കുക എന്ന്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ പുറകോട്ട് വലിക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെടുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആത്മവിശ്വാസം എല്ലാറ്റിനേക്കാളും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ, നമ്മുടെ മറ്റു സാഹചര്യങ്ങളെക്കാൾ അവസരങ്ങളെ തേടി ഇറങ്ങുകയും ആ അവസരങ്ങളിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ആത്മവിശ്വാസം അനിവാര്യമാണ്. അപ്പോൾ ആത്മവിശ്വാസമുള്ള ആളുകളുടെ ചില സ്വഭാവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം സ്വഭാവങ്ങളിൽ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇല്ല എങ്കിൽ അത് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നാം ശ്രമിക്കുകയും വേണം. നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ആത്മവിശ്വാസമുള്ളവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, ഒന്നാമതായി അവർ ആളുകളോട് കാര്യങ്ങളെ ചോദിച്ചറിയും. അവർ നല്ല ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കെല്ലാം അറിയാം എന്ന ഭാവം അവരിലുണ്ടാകില്ല. നമ്മൾ പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാറ്, ഓ എനിക്ക് ആ കാര്യം അറിയില്ല എന്ന്, അവരറിയില്ലേ, അപ്പൊ എനിക്കത് മോശമാകില്ലേ എന്ന്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കണമെന്നത് യാതൊരു നിർബന്ധവുമില്ല. കാര്യങ്ങളെ അറിയണം എന്നതൊക്കെ ശരിയാണ് എങ്കിൽ പോലും എല്ലാ വിഷയത്തിലും ഗ്രാഹ്യം നേടുക എന്നത് ഒരിക്കലും അനിവാര്യമായതോ സാധ്യമായതോ അല്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമായി കണ്ട് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയില്ല എന്ന് മറ്റുള്ളവർ കരുതില്ല എന്ന് കരുതി നാം ചോദ്യങ്ങൾ ചോദിക്കാതെയോ അതിനെക്കുറിച്ച് ചോദിച്ചറിയാതെയോ ഇരിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. നേരെ മറിച്ച് ആത്മവിശ്വാസമുള്ള ആളുകൾ തങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കാനും അതിൻ്റെ ഉത്തരം കണ്ടെത്താനും അതിൻ്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കാനും ശ്രമിക്കും. അതുപോലെ ആത്മവിശ്വാസമുള്ള ആളുകൾ ഒരു സദസ്സിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ ആദ്യം തന്നെ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ അവർ ആ കോൺവെർസേഷൻ, ആ ഒരു സംസാരം ആരംഭിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കും. അവർ കാര്യങ്ങൾ ഹലോ, ഞാൻ ഷംസുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അങ്ങോട്ടു കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. എല്ലായിടത്തും കയറി സംസാരിക്കണമെന്നല്ല പറയുന്നത്. പൊതുവെ അത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല, ഞാനൊന്നും അയാളൊന്നും പരിചയപ്പെടാൻ പറ്റിയ ആളല്ല, അതുകൊണ്ട് അദ്ദേഹം എങ്ങാനും എന്നോട് പേര് ചോദിക്കുകയോ പരിചയപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പറയാമെന്ന അർത്ഥത്തിൽ നമ്മൾ ഉണ്ടാണ്ടിരിക്കും. അവസാനം ആളുമായി നമ്മൾ പരിചയപ്പെടുകയുമില്ല, സംസാരിക്കുകയുമില്ല. അത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെയാണ് അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുക ആളുകളുമായി. അവർ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് നല്ല ഫ്രണ്ട്സിന്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ്, നമ്മൾ കോൺഫിഡൻസോട് കൂടി അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും വലിയൊരു നെറ്റ്വർക്ക് രൂപീകരിക്കാനും ഒക്കെ കഴിയുക. അതുകൊണ്ട് ആത്മവിശ്വാസമുള്ള ആളുകൾ നേരെ അങ്ങോട്ട് കയറി ചെന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാന്യമായ രീതിയിൽ അവരുമായി സംവദിക്കും. ആത്മവിശ്വാസമുള്ള ആളുകൾ അവരുടെ ഒരു മാന്യമായ ഡ്രസ്സായിരിക്കും ധരിക്കുക. ആ സാഹചര്യത്തിന് അനുസൃതമായ രീതിയിൽ വളരെ വൃത്തിയുള്ളത്. അതിനർത്ഥം ഒരുപാട് വലിയ വില കൂടിയ ബ്രാൻഡുകൾ ധരിക്കുമെന്നല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തനിക്ക് കഴിയുന്ന രീതിയിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ലൊരു അപ്പിയറൻസ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ആളുകളുമായി ഇടപഴകുക. അതുപോലെ തന്നെയാണ് ഈ ആത്മവിശ്വാസമുള്ള ആളുകൾ അവരുടെ ഒരു ബോഡി ടേക്ക് കെയർ ചെയ്ത് നല്ല രീതിയിൽ അവരുടെ ബോഡി ഹൈജീനിക്കിൻ്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലും ബോഡി ഷേപ്പിൻ്റെ കാര്യത്തിലുമൊക്കെ അവർ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും അവരുടെ ശരീരത്തെ അവർ കീപ്പ് ചെയ്യുക, അവരുടെ ശരീരത്തെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഉള്ളതിനെ നല്ല വൃത്തിയായി കൊണ്ടുപോയി ആളുകളുടെ മുന്നിൽ പ്രസന്റ് ആവാൻ, ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അവരാഗ്രഹിക്കുന്നത് അത്തരത്തിൽ നല്ല വൃത്തിയോടും മെനയോടും കൂടിയായിരിക്കുമെന്ന് നമ്മൾ പറയാറില്ലേ. അതുകൊണ്ട് അവർ ആത്മവിശ്വാസമുള്ളവർ അവരുടെ ശരീരത്തെയും വസ്ത്രത്തെയും ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അതുപോലെ ആത്മവിശ്വാസമുള്ളവരുടെ മറ്റൊരു നല്ല സ്വഭാവമാണ് അവർ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും, എല്ലാവരെയും ശ്രദ്ധിക്കും. അവർ എല്ലാവർക്കും അവരവർ അർഹിക്കുന്ന അംഗീകാരവും പരിഗണനയും നൽകും. നമ്മൾ സാധാരണ ആത്മവിശ്വാസമില്ലാത്ത ഒരാൾ
ചെന്നിട്ട് നോക്കൽ എൻ്റെതും അവനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള രീതിയിലായിരിക്കും. ഇതല്ലാതെ എല്ലാവർക്കും അവസരങ്ങൾ നൽകുകയും എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഈ ആത്മവിശ്വാസമുള്ളവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആത്മവിശ്വാസമുള്ള ആളുകൾ ഒരിക്കലും ഒരാളെ കണ്ടപാടെ ജഡ്ജ് ചെയ്യില്ല. അവൻ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയായിരിക്കും, ഇവന്റെ സ്വഭാവം ഇതായിരിക്കും, ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിലൊന്നും പെട്ടെന്ന് വളരെ ഏളിയായിക്കൊണ്ട് ജഡ്ജ് ചെയ്യില്ല. അവർ എല്ലാവരെയും കാണുകയും കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ആ സാഹചര്യത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുക. ആത്മവിശ്വാസമുള്ളവര് എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അതിനവർ ഭയപ്പെടില്ല. പരാജയത്തെ ഒരിക്കലും, ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകില്ല. അവര് പരാജയപ്പെട്ടേക്കാം. ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ, പരാജയങ്ങൾ, വീഴ്ചകളൊക്കെ സംഭവിച്ചേക്കാം. അത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എന്നാണ് അവർ മനസ്സിലാക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിൽ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആത്മവിശ്വാസമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ ഫെയിലിയറിനെ പേടിച്ചുകൊണ്ട്, അതിന് പരാജയപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ ഒരു ഓരത്തിലൂടെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ആത്മവിശ്വാസമുള്ള ആളുകൾ എന്തിനും ധൈര്യത്തിലിറങ്ങും. അവർക്ക് പരാജയത്തെ പേടിയില്ല. പരാജയപ്പെട്ടാൽ തന്നെ അത് കുഴപ്പമില്ല, അത് ഇതിൻ്റെ ഭാഗമാണ്, പ്രവർത്തനക്ഷമതയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും അവർ. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഈ ആത്മവിശ്വാസമുള്ളവരിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്വഭാവങ്ങൾ നമ്മളില്ല എങ്കിൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം നമുക്ക് കോൺഫിഡൻസ് നേടാൻ കഴിയില്ല. അതൊരു പാക്കേജാണ്. നമ്മുടെ മാനസിക, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള എല്ലാ വിഷയത്തിലും കോൺഫിഡൻസ് നേടാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ഇതൊരു പാക്കേജാണ്. നമ്മൾ മാനസികമായിട്ടുള്ള ആരോഗ്യവും ഒരു കൺട്രോളും നമ്മുടെ ഇമോഷണൽ കൺട്രോളും ഒക്കെ ഉൾപ്പെടുന്ന ശാരീരിക, മാനസിക, വൈകാരിക തലങ്ങളിൽ നാം കൃത്യമായി വർക്ക് ചെയ്യുമ്പോഴാണ്, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ യഥാർത്ഥത്തിലുള്ള കോൺഫിഡൻസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം അതിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊക്കെ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്തവരിൽ കാണുന്ന ചില സ്വഭാവമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.